2012 സ്വിഫ്റ്റ് ഡിസയർ VDI 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി, ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. 2018 ഒമിനി MBFI 5 സീറ്ററാണ്. 2009 മാരുതി 800, 2029 വരെ പേപ്പറുണ്ട്. സെക്കൻഡ് ഓണർ, MBFI AC വണ്ടി. 2008 ഇന്നോവ G4, 2028 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർ 5 ആയി. 2015 ഡസ്റ്റർ RXL 85 PS, സിംഗിൾ ഓണർ, 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. വീഡിയോ ഇല്ലാത്തതാണ് കാരണം പറഞ്ഞാൽ ഒരുപാട് ഷോപ്പുകളിൽ വിളിച്ച് തിരക്കുമ്പോഴൊക്കെ പലരും പറയുന്നത് ഈ മാസത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് വണ്ടികൾ ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ വണ്ടികൾ കയറുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇല്ലാതെ പോയതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്നും ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. കാരണം പല ഷോപ്പുകാരും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പം ചോദിക്കാനല്ലേ പറ്റൂ, താടാ ഇതുപോലെ പിടിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പിന്നെ ചെയ്യുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും വീഡിയോ വരുന്നത്. അതുകൊണ്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആരും ഇട്ടിട്ടിറങ്ങി പൊക്കളയരുത്, വീഡിയോസ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം യൂത്ത് ക്ലാസ് എന്ന് പറയുന്ന ഷോപ്പിൽ ആറ്റിങ്ങിലാണ് വന്നിരിക്കുന്നത്. LMS ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇഷ്ടംപോലെ വണ്ടികൾ കിടക്കുന്ന, ഒരു 78 രൂപ തൊട്ട് മുകളിലോട്ട് നോക്കാവുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ കൊള്ളാവുന്ന എടുക്കാൻ കൊള്ളാവുന്ന വണ്ടികൾ കിടക്കുന്ന ഇഷ്ടംപോലെ വണ്ടികൾ കിടക്കുന്ന ഒരു നല്ല ഷോപ്പാണ്. അപ്പോൾ ഏത് തരമുള്ള വണ്ടികൾ നോക്കിയെടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എടുക്കാം. ഈ ബീറ്റ്, സ്പാർക്ക്, 800, വോൾട്ടോ അങ്ങനെയുള്ള അവിടെ നിന്ന് തുടങ്ങി ഇന്നോവ, ഡസ്റ്റർ ആ രീതി വരെയുള്ള വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് എടുക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഷോപ്പാണ്. ആരും വീഡിയോ കാണാതിരിക്കരുത്, മിസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കിയിട്ട് വരാം. ഇക്ക നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ? ജാനുവരി കുഴപ്പമില്ല. നിങ്ങളെ ഷോപ്പിലാണല്ലോ ഇത്രയും വണ്ടികളുള്ളത്. ബാക്കിയുള്ളിടത്ത് ഞാൻ പലയിടത്തും വിളിച്ചു നോക്കിയിട്ട് എനിക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇല്ല. കാരണം പലരുടെയും വണ്ടിയില്ല, അതാണ് മെയിൻ കാര്യം. വണ്ടി കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം. അത് അപ്പോഴാണ് ഇക്ക വിളിച്ചിട്ട് ധൈര്യമായിട്ട് വാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എക്സ്ചേഞ്ച് വരുന്ന വണ്ടി എടുക്കുന്നതാണ്. അതാണ് നമുക്ക് വണ്ടികൾ വന്നും പോയി നിൽക്കുന്നു. ഓക്കെ, നമുക്കിപ്പോൾ എത്ര രൂപ വണ്ടികളാണ് കിടക്കണേ? 78,000 മുതൽ സ്റ്റാർട്ടിങ് കിടപ്പുണ്ട്. 78. 2012 ശേഷമുള്ള വണ്ടിക്കല്ലേ ലോൺ സൗകര്യമുള്ളൂ. ഇപ്പം 2010 വണ്ടിയൊക്കെ നമുക്ക് ചെയ്യാം, നല്ല പ്രൊഫൈലാണെങ്കിൽ ചെയ്യാം. 10 കിട്ടൂ? 10 ചെയ്യാം. ഓക്കെ, വർഷം കുറവായിരിക്കും അല്ലേ? 2 കൊല്ലം ചെയ്ത് കൊടുക്കാം. 2 കൊല്ലം. ഓക്കെ, അപ്പം നമ്മുടെ ഷോപ്പ് കറക്റ്റ് എവിടെയാണെന്ന് പറഞ്ഞു. ആറ്റിങ്ങൽ LMS ജംഗ്ഷനിലാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് വരികയാണെങ്കിൽ കച്ചേരി ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനും, കൊല്ലം സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ പൂമ്പാറ പാലം കഴിഞ്ഞ് വരുന്ന അടുത്ത ജംഗ്ഷനിലുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികൾ നോക്കാം. മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. ഓക്കെ. 2010 BT LS പെട്രോള്, സിംഗിൾ ഓണർ, 80,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ഫ്രണ്ട് 2 ടയർ പുതിയതാണ്. നല്ല കളേഴ്സ്. ബാക്ക് ടയർ ആവറേജേ ഉള്ളൂ. വണ്ടിക്കകമൊക്കെ നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? എത്രയാ? 78 രൂപയ്ക്ക് കൊടുക്കാം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ബോഡിയൊക്കെ കണ്ടിട്ട് കൊള്ളാം. കളർ ഫെയ്ഡൊന്നും വന്നിട്ടില്ല അല്ലേ? ഒന്നുമില്ല. ടെസ്റ്റ് കഴിഞ്ഞ് 30 വരെ പേപ്പറുണ്ട്. 30 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്ര? പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ. 2018 ബ്രിസ ZDI പ്ലസ്, സെക്കൻഡ് ഓണർ, 94,000 കിലോമീറ്റർ, കമ്പനി സർവീസ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാത്രം. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന വണ്ടിയാണ്. ബോണറ്റും ബമ്പറും ഒന്നും മാറിയിട്ടില്ല? ഇല്ല. വണ്ടിക്കാകെ കൊള്ളാം. എത്ര ചോദ്യം? എത്രയാ? നമുക്ക് 7.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. പെട്രോൾ അല്ലേ? ഡീസലാണ്. മൈലേജ് പ്ലസ് ഏറ്റവും ടോപ്പ് എൻ്റെ വണ്ടിയാണ്. മൈലേജ് അപ്പം 20 മേലിൽ കിട്ടും. ZDI പ്ലസ് വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നമുക്കൊരു 6.5 ലോണും കയറും. എത്ര മൊത്തം ചോദ്യം? 7.5 കൊടുക്കാം. 7.5. 1 ലക്ഷം രൂപയ്ക്ക് ഇറക്കാം. 2008 ഡിസംബർ വണ്ടിയാണ്, ആൾട്ടോ LXi. 2028 ഡിസംബർ വരെ പേപ്പറുണ്ട്. ടയർ കണ്ടീഷൻ ഒക്കെ? ടയർ ഫ്രണ്ട് 2 പുതിയ ടയർ. ബാക്ക് ആവറേജ് ടയർ.
റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. എത്ര ചോദ്യം? നമുക്ക് 95 രൂപയ്ക്ക് കൊടുക്കാം. എന്ത് ഓടിയിട്ടുണ്ട്? 80,000 കിലോമീറ്റർ. 80,000 ജനുവൻ കിലോമീറ്റർ ആണോ? 2028 ഡിസംബർ വരെ പേപ്പറുണ്ട്. സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഒന്നുമില്ല? ഒന്നുമില്ല. എത്ര ചോദ്യം? 95 രൂപയ്ക്ക് കൊടുക്കാം. 95. 2013 മോഡൽ അമൈസ് SX ഡീസൽ സിംഗിൾ ഓണർ 1.5 ലക്ഷം കിലോമീറ്റർ. 1.5 ഓടി. ഡീസൽ അല്ലേ? ഡീസൽ. അപ്പോൾ ടൈമിംഗ് ചെയിനൊക്കെയോ? എല്ലാം മാറിയിട്ടുണ്ട്. മാറിക്കഴിഞ്ഞു. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. ബ്ലാക്ക് കളർ അല്ലേ? ബ്ലാക്ക്. എത്ര ചോദ്യം? 3.15 കൊടുക്കാം. ലാസ്റ്റ് പ്രൈസ് ആണോ? എന്തെങ്കിലും കൂടെ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് മൈലേജ് എന്താണ് ഈ വണ്ടിക്ക്? 20 മൈലിൽ കിട്ടും. ലോങ് ആണോ അതോ നമ്മുടെ സിറ്റി കിട്ടുമോ? സിറ്റിയിൽ 20 ആ റേഞ്ച് എന്തായാലും കിട്ടും. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. 2012 ഫോർഡ് ഫിഗോ ഡീസൽ. 2027 വരെ പേപ്പറുണ്ട്. 2 ടയറൊക്കെ കൊള്ളാം. നല്ല ടയറാണ് കിടക്കുന്നത്. ബാക്ക് ടയറും അത്യാവശ്യം കൊള്ളാവുന്ന ടയറല്ലേ? AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. എന്താ ഓടിയിട്ടുണ്ട്? 1.25. 1.25. ഇതിനും ടൈമിംഗ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ? ഒന്നും ചെയ്യാനില്ല. മാനുവൽ വണ്ടിയാണ്. ബാക്ക് ടയർ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 1,35,000 രൂപയ്ക്ക് കൊടുക്കാം. ഫിഗോയ്ക്കൊക്കെ വില പറയുമ്പോൾ നോക്കി പറയണം. ഫോർഡിൻ്റെ ഇതൊക്കെ ഏകദേശം 1 രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലോൺ കിട്ടും. 2016 ഹോണ്ട ബ്രിയോ 45,000 കിലോമീറ്റർ. ഫ്രണ്ട് 2 ടയർ പുതിയതാണ്. ഈ കിലോമീറ്റർ ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. കമ്പനി സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡല. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയുണ്ട്. ഫോർഡ് പവർ വിൻഡോ അല്ലേ? എത്ര ചോദിക്കുന്നത്? ഇത് 3,40,000 രൂപയ്ക്ക് കൊടുക്കാം. എന്തെങ്കിലും കുറയുമോ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 3.5 ഇട്ടിരുന്ന വണ്ടിയാണ്. 10 രൂപ കുറച്ച് കൊടുക്കാം. 10 രൂപ കുറച്ച് കൊടുക്കുകയാണ്. 10,000 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി കുറയൂ? ഇതിനകത്ത് എന്തോ കുറയ്ക്കാൻ. അതിൽ ഇപ്പോൾ ഇൻഷുർ തീർന്ന് നിൽക്കുകയാണ്. അതിൽ നമുക്ക് ഇൻഷുറൻസും കൂടെ ചെയ്ത് കൊടുക്കുക. 2014 ഹോണ്ട സിറ്റി ഡീസൽ SV ആണ്. AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ. നല്ല ടയേഴ്സ് ഉണ്ട്. കുഴപ്പമില്ല. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് 4.5 ലക്ഷം രൂപ. എന്ത് ഓടിയിട്ടുണ്ട്? 1.25. 1.25. പെട്രോൾ അല്ലേ? ഡീസലാണ്. ബാക്ക് AC വെൻ്റൊക്കെ വരുന്ന മോഡലാണ്. വേറെ അപാകതകളൊന്നുമില്ല. ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. 3.25 ഒരു 4 രൂപയ്ക്കകത്ത് ഫിനാൻസും ചെയ്ത് കൊടുക്കാം. വണ്ടി കാണാനൊക്കെ ഉള്ളല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഫാൻസി നമ്പറാണ്. നല്ല വണ്ടി. 2012 സ്വിഫ്റ്റ് LDI. ഓണർഷിപ്പ് എത്രയാ? തേർഡ് ഓണർ. 4 ടയർ പുതിയ ടയറാണ്. 4 മാറിയോ? സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ വണ്ടിക്ക് അകവ് കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. ടയേഴ്സ് പുതിയ ടയറാണെന്ന് പറഞ്ഞു. ചെറിയ ടച്ച് ആൻഡ് പോളിഷിനുള്ള വർക്കുണ്ട് അല്ലേ? ചെറിയ ഇതേ ഉള്ളൂ. വേറെ എത്ര ചോദ്യം? ഇത് നമുക്ക് 2.15 കൊടുക്കാം. ഏത് വർഷമായിരുന്നു? 2012. ലോണും വേണമെങ്കിൽ എടുത്തു കൊടുക്കാൻ പറ്റും. ലോൺ ചെയ്യാൻ പറ്റുമല്ലോ. 2010 ആൾട്ടോ LXi 2030 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയാ? തേർഡാണെന്ന് തോന്നുന്നു. ടയേഴ്സ് കുഴപ്പമില്ല. നല്ല ടയർ ഇടപ്പുണ്ട്. വണ്ടിക്കകവും അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. റീപെയിന്റ് കയറിയിട്ടുണ്ടോ? കളർ പ്രത്യേക കളർ അടിച്ചേക്കുന്നത്. അതാണ് ഇവിടുത്തെ കളറും ഇവിടുത്തെ കളറും തമ്മിൽ വ്യത്യാസമുണ്ട്. വെറൈറ്റി കളറാണ് ചെയ്തേക്കുന്നത്. എത്ര ചോദ്യം? ഇത് 1.10 കൊടുക്കാം. ഇതിന്റെ പേപ്പറൊക്കെ ഇനി എത്ര ആളുണ്ട്? 2030 വരെ പേപ്പറുണ്ട്. 2030. ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്. അത് ഈ 2 കളർ ഡാഷ്ബോർഡൊക്കെ 2 കളർ വരുന്ന. അതുകൊണ്ടാണല്ലേ? പ്രത്യേകം ചെയ്തൊന്നും X1 ആണ്. X1 ആൾട്ടോയുടെ 2009 മാരുതി 800 2029 വരെ പേപ്പറുണ്ട്. സെക്കൻഡ് ഓണർ MBFI AC വണ്ടി.
AC ഒക്കെ വർക്ക് ചെയ്യും? AC എല്ലാം വർക്കിംഗ് ആണ്. MB5 ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ ജെന്യൂൻ പറയാൻ പറ്റൂലല്ലോ. കിലോമീറ്റർ 85,000 അത്ര 88 അങ്ങാണ്ട് ആയി. അല്ല അത് ജെന്യൂൻ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. വണ്ടി ആ ക്വാളിറ്റി ഉണ്ട്, വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. ഓക്കെ. വണ്ടിക്ക് അകമൊക്കെ കാണാനൊക്കെ വൃത്തിയാണ്, ഒന്നും കുഴപ്പമില്ല. ഡോറൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ തുറക്കെടുക്കുകയും ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ഫ്ലോ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എത്ര ചോദ്യം? നമുക്ക് 78 രൂപയ്ക്ക് കൊടുക്കാം. 78. നല്ല ബോഡി ക്വാളിറ്റി കാണുന്നില്ല. അതേപോലെ കളർ ഫെയ്ഡ് വലുതായിട്ടൊന്നും കാണുന്നില്ല. പേപ്പർ എത്ര നാളുണ്ടെന്ന് പറഞ്ഞാൽ? പുതിയ പേപ്പർ 2029 പേപ്പറുണ്ട്. 2013 i20 സ്പോർട്സ്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്ന വണ്ടിയാണ്. അലോയ് വീല്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. വണ്ടിക്ക് അതൊക്കെ കൊള്ളാം, നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ടയേഴ്സ് ആവറേജ് ആണ്. ഫ്രണ്ട് പിന്നും ഉണ്ട്, കുറച്ചുകൂടി നല്ല ടയറാണ് കിടക്കുന്നത്. ബാക്ക് പക്ഷേ ആവറേജ് ആണ്. ഫ്രണ്ട് ടയർ ഏകദേശം നല്ല ഈ കണ്ടീഷനാണ്. കൊള്ളാം, അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ടയർ കിടപ്പുണ്ട്. എത്ര ചോദ്യം? എത്ര? 2,85,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 2.25 ലോണും കിട്ടും. ലോൺ കയറും. പെട്രോൾ അല്ലേ? പെട്രോൾ ഡീസൽ വേരിയൻ്റ് ആണ്. ഡീസലാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. 2008 ഇന്നോവ G4, 2028 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർ 5 അങ്ങാണ്ടായി. 5 ഓണറോ? വണ്ടി നല്ല നീറ്റ് ബോഡിയുള്ള വണ്ടി. ഓണർഷിപ്പ് കൂടിപ്പോയി എന്നുള്ളതാണ്. ആരും പേര് മാറാൻ കൊടുക്കത്തില്ല. അതാണ്. എനിക്ക് അങ്ങനെ പക്ഷേ കൊള്ളാം കേട്ടോ, നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. വേറെ തുരുമ്പ് വർഷങ്ങളൊന്നും അതില്ല. ഏത് വർഷമായിരുന്നു? 2008. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ സീറ്റ് കവർ ബേസ് ചെയ്തൊക്കെ പറയുകയാണെങ്കിൽ കൊള്ളാം, നല്ല വണ്ടിയാണ്. വണ്ടിക്ക് അകവും മേൽ ടോപ്പൊക്കെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നീറ്റാണ്, അഴുക്കായിട്ടൊന്നും ഇരിപ്പില്ല, അതൊക്കെ കൊള്ളാം. ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്, കുഴപ്പമില്ലാത്ത ടയറുണ്ട്. എത്ര ചോദ്യം? 3.75 കൊടുക്കാം. 3.75? ലാസ്റ്റ് പ്രൈസ് ആണോ? ഇത് ഒറിജിനൽ കേരളല്ലേ? ഇത് റീ കേരളാണെന്ന് തോന്നുന്നു. നമ്പറിൻ്റെ നോക്കണം. ഈ പഴക്കമുള്ള വണ്ടിയൊക്കെ ഇനി അത് ആര് നോക്കുന്ന. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്, ഓട്ടിക്കാനല്ല മെക്കാനിക്കല് നല്ല വണ്ടിയാണ്. 2015 ഡസ്റ്റർ RXL 85 PS, സിംഗിൾ ഓണർ, 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 78 ജെന്യൂൻ കിലോമീറ്റർ ആണോ? ജെന്യൂൻ കിലോമീറ്റർ. സർവീസ് ബുക്ക്, സ്പെയർ കീ എല്ലാം ഉണ്ട്. വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്ക് അകമൊക്കെ കാണാനും നല്ല നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. നല്ല സീറ്റ് കവേഴ്സ് കിടപ്പുണ്ട്, ആ രീതി വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഇത് മൈലേജ് എങ്ങനെയാ? മൈലേജ് 17-18 റേഞ്ച് കിട്ടും. കൊള്ളാം, വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. ടയേഴ്സ് ഇച്ചിരി ആവറേജ് താഴെയെന്നുള്ള രീതി വേണമെങ്കിൽ പറയാം. എത്ര ചോദ്യം? എത്ര? 4.5 കൊടുക്കാം. 4.5. മെയിനായിട്ട് 85 PS ആണ്. എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് ഒരു 10-70 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാം. 2017 എക്സെൻറ്റ് ഡീസൽ, AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവറിൻ്റെ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര? തേർഡ് ഓണർ, 76,000 കിലോമീറ്റർ. 76. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ് ഒന്നുമില്ല. മൈലേജ് എന്താണ് ഈ വണ്ടിക്ക്? 20 മേലിൽ കിട്ടും. പെട്രോളാണ് ഡീസലാണ്? ഡീസലാണ്. മാനുവലാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ടാകും, കുഴപ്പമില്ല. ടയേഴ്സ് അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് 3.20. 2.25 ലോൺ കിട്ടും. ഒരു 50 രൂപ കണേ ഇറങ്ങാം. 2018 ആൾട്ടോ 800 LXI, 4 ടയർ പുതിയതാണ്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. ഗ്ലാസ് പൊട്ടുണ്ടോ? ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ്സാണ്, കല്ലടിച്ചതിൻ്റെ പൊട്ടലുണ്ട്. അത് വേണമെങ്കിൽ കസ്റ്റമറിനെ മാറി കൊടുക്കാം. മാറ്റിയിട്ടില്ല.
മാറിക്കൊടുക്കുക. അത് കുറച്ചുകൂടി വിശ്വാസം ഉണ്ടാവാൻ. വേറെ ബോണറ്റോ ഫ്രണ്ട് ഇടിയോ ഒന്നുമില്ല. ഇല്ല. ഓക്കെ, വണ്ടിക്കകമൊക്കെ നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദ്യം? എത്ര? ഇത് 2,70,000 രൂപയ്ക്ക് കൊടുക്കാം. 270. 2.5 അടുപ്പിച്ച് ലോൺ ചെയ്ത് കൊടുക്കാം. ബാക്ക് ടയേഴ്സൊക്കെ നല്ല പുത്തൻ ടയറാണ് കിടക്കുന്നത്. ഓവറോൾ വണ്ടി കാണാനും ഒക്കെ കൊള്ളാം. പൊടിയുണ്ട് ഇല്ലേ? ഭയങ്കര പൊടി. റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല പൊടിയുണ്ട്. വണ്ടി നമ്മൾ ഡെലിവറി കൊടുക്കുമ്പോൾ ഫുള്ള് സർവീസ് ചെയ്ത് കൊടുക്കും. 2010 ആൾട്ടോ LXi 2031 വരെ പേപ്പറുണ്ട്. 31 വരെ. AC പവർ സ്റ്റിയറിംഗ്. വണ്ടിക്കകമൊക്കെ അത്യാവശ്യം നീറ്റാണ്. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം? 1,25 കൊടുക്കാം. 1,25. വേറെ തന്നെ ടയേഴ്സാണ്, കുഴപ്പമില്ല. പറയാൻ വേറെ എന്തെങ്കിലും അപാകതകളുണ്ടോ? വേറെ ഒന്നുമില്ല. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞാണ്. 2031 വരെ അല്ലേ? 31 വരെ പേപ്പർ. 2017 കിഡ് RXT 1000cc ആണ്. 80,000 കിലോമീറ്റർ. ഓണർഷിപ്പ്? തേർഡ് ഓണർ. കിലോമീറ്റർ ഒക്കെ എന്തോടി? 80. അത് പറഞ്ഞല്ലോ. വണ്ടിക്കകം ഓക്കെ. സീറ്റ് കവറായിട്ട് ചെയ്തില്ല അല്ലേ? ഇല്ല, കമ്പനി സീറ്റാണ്. കമ്പനി സീറ്റിൽ തന്നെ കിടക്കുന്നത്. ടയേഴ്സ് ആവറേജ് ആ ഒരു ലെവലുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം? 2.5. ഒരു 2 രൂപയ്ക്ക് ലോൺ കിട്ടും. 2-2.25 രൂപ ലോൺ ചെയ്യാൻ പറ്റും. 2011 ആൾട്ടോ LXi പുതിയ പേപ്പർ. 2031 വരെ പേപ്പർ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 4 തോന്നുന്നു. 4 ഓണർ. ചിലവരൊക്കെ എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് കൊടുക്കുക, പുതിയ വണ്ടി എടുക്കുക. ചെറിയ വണ്ടി ആ ഒരു സെക്ഷനിലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഓണർഷിപ്പ് ഇങ്ങനെ കൂടി വരുന്നത്. പഴയ വണ്ടികളെ മിക്കാറുള്ളവർ ആ ഒരു രീതിയിലാണ് സമീപ ചെയ്യുന്നത്. ഇപ്പം ആരും പേര് മാറാതെ ഒന്നും കൊടുക്കുന്നില്ല. ഈ ഫൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര ചോദിക്കുന്നത്? എത്ര? ഇത് 1,20 കൊടുക്കാം. 1,20. 2011. അപ്പം ഇനി 31 വരെ പേപ്പറുണ്ട്. 31 വരെ പുതിയ പേപ്പറാണ്. 2018 ഒമിനി MBFI 5 സീറ്ററാണ്. 85,000 കിലോമീറ്റർ കണ്ട് ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ ജെന്യുവിനാണോ? പൂട സംഭവങ്ങളൊക്കെ വെച്ചേക്കാണല്ലോ. വണ്ടിക്കകം കുഴപ്പമൊന്നുമില്ല. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അത് കുഴപ്പമില്ല. ഫ്ലോറൊക്കെ തുരുമ്പൊന്നും ഇല്ലല്ലോ? ഫ്ലോറിനൊന്നും? ഇല്ല ഒന്നുമില്ല. ഇങ്ങനെ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇല്ല, തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദ്യം? 2.30. 2.30. 2 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ടയർ കണ്ടീഷൻ ഒരു ടയർ മാത്രം ശകലം കുറവുണ്ട്. ബാക്കിയെല്ലാം പുതിയതാണ്. 2 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 2.30 ചോദ്യം. 30 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇതിനെ ഇറക്കാം. അത് റബ്ബ് ചെയ്താൽ പോവാം. അത് ഇവിടുത്തെ ഇതിൻ്റെ 2011 ഒമിനി 8 സീറ്റ് ലൈഫ് ടാക്സ് വണ്ടി. 2026 ലാസ്റ്റ് വരെ പേപ്പറുണ്ട്. ടയർ 4 പുതിയതാണ്. എല്ലാ ടയറും മാറിയോ? ടയർ കൊള്ളാം, നല്ല ടയർ. ഓണർഷിപ്പ് എത്ര? തേർഡോ ഫോർത്തോ കൊണ്ടാണ്. ഇത് പെട്രോൾ മാത്രമാണ്, ഗ്യാസോ LPG ഒന്നും അല്ല. ഓക്കെ. പക്ഷെ മറ്റേ നേരത്തെ കണ്ട വണ്ടിയാണ് കുറച്ചുകൂടി കാണാൻ നല്ല വണ്ടി. അത് 18, ഇത് 11. അതിൻ്റെതായ പാകപ്പിഴകളുണ്ട്. പ്ലാറ്റ്ഫോം നല്ല ഒറിജിനൽ പ്ലാറ്റ്ഫോം. എത്ര ചോദ്യം? ഇത് ലാസ്റ്റ് 1.10 കൊടുക്കാം. ലാസ്റ്റ് വിലയാണ്. 1.10 കൊടുക്കാം. ഇതിനൊരു ബാർഗൈനിങ് ഇല്ല. 1.10. നല്ല ബോഡി ഷേപ്പുള്ള വണ്ടിയാണ്. അപാകതകളായിട്ട് വേറെ എന്തെങ്കിലും അപാകത പറയാനൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. അതൊന്നും വേറെ ആക്സിഡൻ്റ് ഒന്നുമില്ല. പഞ്ചിങ് പേസ്റ്റിംഗ് ഒന്നും പോയിട്ടില്ല. 2009 മാരുതി 800 MBFI AC വണ്ടി. 4 ടയറും പുതിയത്. എല്ലാം മാറിയിട്ടുണ്ട്. 4 പുത്തൻ പുതിയ ടയർ. ഇതിൻ്റെ പേപ്പേഴ്സിന് എത്ര? 2029 വരെ പേപ്പറുണ്ട്. 29. വണ്ടി കൊള്ളാം, നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. ഓടിക്കാൻ നല്ല വണ്ടി. സീറ്റ് ഓവർ. ഇതിപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലേ ഒരു ഡ്രൈവിംഗ് പഠിക്കാനുള്ള ഒരു രീതിയിലാണോ വണ്ടിയുടെ ക്വാളിറ്റി നിൽക്കുന്നത്? അല്ലല്ല, വെച്ച് ഉപയോഗിക്കാൻ ഫാമിലി യൂസിന് പറ്റിയ വണ്ടി. ടയർ മാത്രം നല്ല പൈസയായി.
റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ എന്തായാലും ജെന്യൂൻ പറയാൻ പറ്റില്ലല്ലോ. കിലോമീറ്റർ എനിക്ക് അറിയില്ല കിടക്കുന്ന. ഇവിടെ ചെറിയൊരു ഡെന്റ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ല വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ചോദ്യം? 78 രൂപയ്ക്ക് കൊടുക്കാം. 78. MBFI 2020 i20 മാഗ്ന പെട്രോള് 1.5 ലക്ഷം കിലോമീറ്റർ. 1.5 കോടി. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ക്വാളിറ്റി ഉള്ള വണ്ടി. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. മാനുവലാണ്. വണ്ടി കൊള്ളാം. ഇത്രയും ഓടി എന്നുള്ളതാണ് അല്ലേ? കമ്പനി സർവീസ് ആണ് മൊത്തം. ഓക്കെ. റീപ്ലേസ് ആയിട്ടപ്പോൾ ഒന്നുമില്ല. ഇല്ല. ടയേഴ്സ് കുഴപ്പമില്ല. എത്ര ചോദ്യം? 4.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4.5. നല്ല പ്രൊഫൈലാണെങ്കിൽ 4.5 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 2014 ഡിസംബർ സ്വിഫ്റ്റ് ഡിസയർ VXI സിംഗിൾ ഓണർ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. ഓക്കെ. ഞാൻ 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 76-78 ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ, സിംഗിൾ ഓണർ. വണ്ടിക്കകം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ സീറ്റ് കവേഴ്സ് ആ രീതിയിലൊക്കെ വൃത്തിയായിട്ട് തന്നെ കിടപ്പുണ്ട്. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയറുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ. എത്ര ചോദ്യം? ഇത് 3,80,000 രൂപയ്ക്ക് കൊടുക്കാം. എന്തോ ഓടിയെന്നാ പറഞ്ഞേ? 76,000-78,000 കിലോമീറ്റർ. 2017 മോഡൽ കിഡ് ഓട്ടോമാറ്റിക് ആണ്, ക്ലൈംബർ. ഓണർഷിപ്പ് എത്ര? തേർഡ് ഓണർ. ടയർ ഇതിൻ്റെ എല്ലാം പുതിയതാണ്, മാറിയിട്ടുണ്ട്. ഇതിനകത്ത് ടച്ച് സ്ക്രീനൊക്കെ വരുന്നതാണല്ലേ? അതെ. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. മെയിനായിട്ട് ഓട്ടോമാറ്റിക് ആണ്. എത്ര ചോദ്യം? ഇത് 2,80,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 2.5 ലോണും ചെയ്ത് കൊടുക്കാം. 2.5 ലോൺ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലേ? ഒന്നുമില്ല. വേറെ കളർ ഫെയ്ഡ് അങ്ങനെ ഒന്നും വന്നിട്ടുമില്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? 35 രൂപ. 35. നല്ല ടയേഴ്സ്, എല്ലാ ടയറും മാറിയതാണ്. 2018 കിഡ് RXT. ഓണർ? സെക്കൻഡ് ഓണർ. 4 ടയറും പുതിയത്. ബാക്ക് ടയറും നല്ല ടയർ. RXT ഓപ്ഷനിലാണ്, എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. ഇതിന് ടച്ച് സ്ക്രീനൊക്കെ വരുന്നൊരു മോഡൽ തന്നെ. മാനുവലാണ്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് വൃത്തിയുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് 2,70,000 രൂപയ്ക്ക് കൊടുക്കും. 2,70,50,000. എന്തെങ്കിലും കുറയുമോ? 2.5 ലോൺ ചെയ്ത് കൊടുക്കാം. 20-25 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. കുറയത്തില്ല അപ്പോൾ? എന്താ പറയാം, കുറയുമെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും നോക്കാം, ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. 2013 ആൾട്ടോ 800 LXI AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർ സെക്കൻഡോ തേർഡോ കണ്ടാണ്. തേർഡ്. ഓക്കെ. സെക്കൻഡോ ഓർ തേർഡ്. ഒരുപാട് വണ്ടി കിടക്കുന്നുണ്ട്, എല്ലാം ഓർത്ത് പറയാനും പറ്റത്തില്ല, സ്വാഭാവികം. വണ്ടിക്കാകും കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വലിയ തുരുമ്പ് പ്രശ്നങ്ങളുള്ള വണ്ടികളില്ലല്ലേ? ഇല്ല. എത്ര ചോദ്യം? എത്ര? 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 1.5. അത് റെഡിയാക്കി കൊടുക്കാം. ചെയ്ത് കൊടുക്കുമോ? 1.15 ലോൺ ചെയ്ത് കൊടുക്കാം. 1.15. അപ്പോൾ എത്ര ചോദ്യം? 1.5. ഒരു 35 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാവുന്ന രീതിയിൽ കിടക്കുന്ന ഒരു വണ്ടി. കൊള്ളാം, വൃത്തിയായിട്ടിരിക്കുക. 2012 ആൾട്ടോ K10 VXI. ഓണർഷിപ്പ് എത്രയാണ്? ഫോർത്ത് ഓണറാണ്. ടയേഴ്സ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടയർ ഇടാറുണ്ട്. 2 ഡോർ പവർ വിൻഡോസാണ് ചെയ്തേക്കുന്നത്. ഓക്കെ. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. എത്ര ചോദ്യം? 1.40 കൊടുക്കാം. ബാക്ക് ടയറൊക്കെ നല്ല ടയർ കിടക്കുന്നത്. അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്, കുഴപ്പമില്ല. ടയേഴ്സിൻ്റെ കാര്യത്തിൽ റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടൊന്നും ഇല്ലേ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഇതിന് ലോൺ കിട്ടുമോ? ഒരു 1.10 ലോൺ ചെയ്ത് കൊടുക്കാം. 2010 ഇൻഡിക വിസ്ത കോട്ര ജെറ്റ് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ. പുതിയ പേപ്പറാണ്. 2031 വരെ പേപ്പറുണ്ട്. 31 വരെ ഉണ്ട്. ടയർ കുഴപ്പമില്ല. 2010. പക്ഷെ വണ്ടി കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവർ ഇല്ലാത്തതിൻ്റെ കുറച്ച് അഴുക്ക് അത്രയേ ഉള്ളൂ.
അല്ല വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇതെന്ത് ഓടി? 1.10 അങ്ങനെ. ടൈമിങ് ചെയിനൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ കളർ ഫേഡൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ ടെസ്റ്റിന് വേണ്ടി ടച്ച് ആൻഡ് പോളിഷ് എല്ലാം ചെയ്തായിരുന്നു. ഇത് മാറി കൊടുക്കും. മാറി കൊടുക്കാം. കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് വണ്ടി കാണാൻ. 1.25 കൊടുക്കാം. ഇത് 2012 വാഗണർ VXI സെക്കൻഡ് ഓണർ, 90,000 കിലോമീറ്റർ. 90. വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയാണ്. സീറ്റ് കവർ ചെയ്തിട്ടില്ല, പക്ഷേ വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയാണ്. ഫോർഡോ പവർ വിൻഡോസാണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരുന്ന മോഡലാണ്. ബാക്ക് സൈഡിലൊക്കെ നോക്കിയാലും ബാക്ക് സൈഡ് ഈ സീറ്റ് ഇവിടെ കൊണ്ടൊന്നും ഇങ്ങനെ ചരിഞ്ഞു പോയ പോലെ ഈ ഭാഗം. പക്ഷെ അല്ലാത്ത പക്ഷം വണ്ടി കാണാൻ കൊള്ളാം, ടയർ കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് 2.20 കൊടുക്കാം. 2.20. ആ, ലാസ്റ്റ് പ്രൈസാണോ? ആ, ലാസ്റ്റാണ്. ടയർ വല്ലതും മാറി കൊടുക്കുമോ? അത്യാവശ്യം ബാക്ക് ടയർ അത്ര അങ്ങോട്ട് പോരാ, നോക്കാം. മാറിത്തരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വണ്ടി കുഴപ്പം, ബോഡിയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, കൊള്ളാം. 2012 സ്വിഫ്റ്റ് VXI 80,000 കിലോമീറ്റർ. 80 ഓടി. 80 ജെനുവിൻ കിലോമീറ്റർ ആണോ? ഓ. ഓണർഷിപ്പ് എത്ര? ഓണർ തേർഡ് ഓണറാണ്. തേർഡ് ഓണർ. ടയർ കൊള്ളാം, നല്ല ടയറാണ് കിടക്കുന്നത്. ഫ്രണ്ട് രണ്ടും പുതിയ ടയറാണോ? ആ. വണ്ടിക്കകം വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? 2.40 കൊടുക്കാം. 2.40. 1.25 ലോൺ ചെയ്ത് കൊടുക്കാം. ബാക്ക് ടയർ ആവറേജ് ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് മാത്രം. ബോണറ്റ് ബമ്പറൊന്നുമില്ല? ഇല്ല. പ്രശ്നമൊന്നുമില്ല, ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ. ഓരോ വണ്ടി കാണാൻ വലിയ വൃത്തികേടൊന്നുമില്ല, കൊള്ളാം, കുഴപ്പമില്ലാത്തൊരു വണ്ടി. 2012 സ്വിഫ്റ്റ് ഡിസയർ VDI 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടി, ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. കിലോമീറ്റർ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ്. വണ്ടി കാണാനും അതിനും വേണ്ടി കൊള്ളാം, നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. അത് ജെനുവിൻ സർവീസ് ആയിരിക്കും. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നല്ല നീറ്റാണ്ട് വൃത്തി, ഒന്നും കുഴപ്പമില്ല. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം? 3,30,000 രൂപയ്ക്ക് തരാം. ഇത് ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 4ാമത്തെ ഓണറാണ്. 4. 3,30,000 ഉള്ളത്. അപ്പം എന്തെങ്കിലും കുറയൂ? 4 ഓണറൊക്കെ ആയില്ലേ? വണ്ടിയെ ക്വാളിറ്റിയാണ്, അത് ഒരു ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ല. അപ് ടു ഡേറ്റ് സർവീസ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എന്തെങ്കിലും കൂടെയൊക്കെ കുറയും. വന്ന് സംസാരിക്കുമ്പോൾ വന്ന് വണ്ടി കണ്ടിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അല്പം സ്വല്പമൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെറുതും വലുതും ഇടത്തരമൊക്കെ ആയിട്ടുള്ള എല്ലാ തരം വണ്ടികളും എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു വണ്ടി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ 100 വണ്ടി നോക്കിയെടുക്കുക. ആ രീതിയിലുള്ള അത്രയ്ക്കും വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അതുകൊണ്ട് ഒരു വണ്ടി മനസ്സിൽ കണ്ടിട്ട് വന്നിട്ട് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ കടയിൽ പോകണ്ടേ എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ട. ഇവിടെ തന്നെ വേറെയും ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. അപ്പം അത്തരത്തിലുള്ള പല എമൗണ്ടിൽ നോക്കുന്നവർക്കൊക്കെ എടുക്കാൻ കൊള്ളാവുന്ന നല്ല നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു നല്ല ഷോപ്പാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു, ആർക്കെങ്കിലുമൊക്കെ ഉപകരിച്ചാണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.